തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മതമൗലികവാദികളുമായി കൈകോർത്ത UDF. മലപ്പുറത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച പാണക്കാട് റഷീദ് അലി തങ്ങൾ. കോഡൂർ പഞ്ചായത്തിൽ മുസ്ലിം ലീഗ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് ഒപ്പമാണ് വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെയും പ്രഖ്യാപിച്ചത്. മതമൗലികവാദ സംഘടനകളുമായി സഖ്യമില്ലെന്ന് പറയുമ്പോഴും ഇത്തരം സംഘടനകളുമായി കൈകോർക്കുകയാണ് UDF ചെയ്യുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ നൽകാനായി ശിവദാസ് കന്മനം ചേരുകയാണ്. ശിവദാസ് പറഞ്ഞു വെക്കുന്നത് പോലെ തന്നെ മതമൗലികവാദികളുമായി കൈകോർക്കാൻ UDFന് ഒരു മടിയുമില്ലെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഒരു പോരാട്ടത്തിലേക്ക് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ ആ ഒരു ഉറപ്പാണ്, അല്ലെങ്കിൽ അത്തരം മതമൗലികവാദികളുമായി പിടിച്ചു നിന്നെങ്കിൽ മാത്രമേ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വിജയിക്കാനാകൂ എന്നൊരു പരാജയപരമായ കാര്യം തന്നെയല്ലേ UDF ചൂണ്ടിക്കാട്ടിക്കുന്നത്? ശിവദാസ്. അഞ്ജന, മലപ്പുറം കോഡൂരിലാണ് ഇത്തരത്തിൽ UDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ കൂടി മുസ്ലിം ലീഗിൻ്റെ നേതാവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് പലപ്പോഴും മുസ്ലിം ലീഗ് ഇത്തരത്തിലുള്ള സംഘടനകളുമായി ഒരു കൂട്ടും ഉണ്ടാകില്ല എന്ന് പറഞ്ഞിരുന്നു. SDPIയും അതോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള ഇത്തരം മതരാഷ്ട്രവാദികളായ സംഘടനകളുമായി ഒരു ബന്ധവും ഉണ്ടാകില്ല എന്ന് മുസ്ലിം ലീഗ് പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസും അത്തരത്തിലുള്ള നിലപാടുകൾ എടുത്തിരുന്നു. പലപ്പോഴും ഈ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയം മുതൽ തന്നെ അത്തരത്തിലുള്ള ഒരു നിലപാടായിരുന്നു UDFന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. അതായത് SDPI, ജമാഅത്തെ ഇസ്ലാമി പോലുള്ള മതമൗലികവാദ സംഘടനകളുമായി കൂട്ട് ഉണ്ടാകില്ല എന്നവർ പല ഇടങ്ങളിലും പരസ്യമായി പറഞ്ഞിരുന്നു. എന്നാൽ പ്രാദേശിക തലത്തിലേക്ക് വരുമ്പോൾ കൃത്യമായി തന്നെ ഇത്തരം മതരാഷ്ട്രവാദികളായ സംഘങ്ങളുമായി കൂട്ടുചേരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് പലപ്പോഴും പരസ്യമായി തന്നെ അവർ ചെയ്യുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ മലപ്പുറം ജില്ലയിലെ കോഡൂർ പഞ്ചായത്തിൽ UDFന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. മുസ്ലിം ലീഗ് നേതാവ് കൂടിയായ റഷീദ് അലി തങ്ങളാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. വഖഫ് ബോർഡ് ചെയർമാൻ കൂടിയായിരുന്നു അദ്ദേഹം. പാണക്കാട് നിലവിലെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ജ്യേഷ്ഠൻ്റെ മകൻ കൂടിയാണ് റഷീദ് അലി ശിഹാബ് തങ്ങൾ. ഇദ്ദേഹം UDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ ആ കൂട്ടത്തിലാണ് വെൽഫെയർ സ്ഥാനാർത്ഥിയെ കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് കൃത്യമായി തന്നെ ഇത് നൽകുന്ന സൂചന ഇത്തരം സംഘങ്ങളെ തങ്ങൾ കൂടെ ചേർക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പൊതുബോധത്തിൽ പലപ്പോഴും പരസ്യമായി ഇതിനെതിരെ പ്രതികരിക്കുമ്പോഴും രംഗത്ത് വരുമ്പോഴും കൃത്യമായി തന്നെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം വരുമ്പോൾ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് വരുമ്പോൾ ഇത്തരം സംഘങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ന്യൂനപക്ഷ പ്രീണനം ലക്ഷ്യമാക്കി, വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കി ഇത്തരത്തിലുള്ള സംഘങ്ങളെ കൂടെ ചേർക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മുൻപും ഇത്തരത്തിലുള്ള കാഴ്ചകളടക്കം നമ്മൾ കണ്ടിരുന്നു. ഏറ്റവും ഒടുവിൽ നടന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അടക്കം പരസ്യമായി തന്നെ ജമാഅത്തെ ഇസ്ലാമിയുമായി UDF കൈകോർത്തിരുന്നു. അതിനുശേഷം പല തവണ UDF നേതാക്കൾ തന്നെ ഇത്തരം സംഘങ്ങളുമായി കൂട്ടു ഉണ്ടാകില്ല എന്ന് പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്തരം സംഘങ്ങളുമായി കൂട്ടു ഉണ്ടാകില്ല എന്ന് പറഞ്ഞിരുന്നു. അവരെ കൂടെ ചേർക്കില്ല എന്ന് പറഞ്ഞിരുന്നു. കാരണം ഇങ്ങനെ കൂടെ ചേർക്കുമ്പോൾ അത് ഒരുപക്ഷെ തിരിച്ചടി നേരിടാൻ സാധ്യതയുണ്ട്. കാരണം സംസ്ഥാനത്തുടനീളം ഈ നടക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ പല ഇടങ്ങളിലും അത് ക്രിസ്ത്യൻ ഹിന്ദു വോട്ടുകൾ ഭിന്നിക്കാൻ ഒരു കാരണമാകും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള ഒരു നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത്. പക്ഷേ നിലമ്പൂരിൽ അത് പരസ്യമായി തന്നെ, കാരണം അവിടെ ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷമായ ഒരു നിയമസഭാ മണ്ഡലം കൂടിയാണ്, അവിടെ അവർ പരസ്യമായി കൈകോർത്തിരുന്നു. മറ്റിടങ്ങളിൽ ഇത്തരത്തിലുള്ള സഖ്യം ഉണ്ടാകില്ല എന്ന് പറയുമ്പോഴും പല ഇടങ്ങളിലും പ്രാദേശിക തലത്തിൽ കൃത്യമായി തന്നെ മതമൗലികവാദ സംഘടനകളുമായി കൂട്ടുചേരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൻ്റെ കൃത്യമായ ഉദാഹരണം കൂടിയാണ് മലപ്പുറം ജില്ലയിലെ കോഡൂർ പഞ്ചായത്തിൽ നമ്മൾ കണ്ടത്. അഞ്ജന.